morning students. Today our topic present value of an annuity, then continuation of the previous class. Then next class le present value കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. എന്താ ഫോർമുല? V is equal to വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല V is equal to A by I into 1 minus 1 plus R all raised to minus n. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഇതായിരുന്നു. വാല്യൂ ഈസ് ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ആർ ഓൾ റേസ് ടു മൈനസ് എൻ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഏതെങ്കിലും ഒരു സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അഡീഷൻ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ദെൻ നമ്മൾ പലപ്പോഴും ആനുവിറ്റി, ഓർഡിനറി ആനുവിറ്റി ഓർ ഇമ്മീഡിയറ്റ് ആനുവിറ്റി കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ആനുവിറ്റി ഇൻ ഡ്യൂ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ദെൻ സിങ്കി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കീം പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഇത് മറക്കാതിരിക്കുക. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ആർ ഓൾ റേസ് ടു മൈനസ് എൻ. ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. Then next one is calculate the present value of an annuity. Calculate the present value. Calculate the present value of an annuity due of rupees 2000 per annum for 14 years at 9% per annum. മുൻപ് ചെയ്തിരിക്കുന്ന അതേ പ്രോബ്ലം പോലെ തന്നെയാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ദെൻ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ആനുവിറ്റി. ഇത്തരത്തിലുള്ള എമൗണ്ടിൻ്റെ ആനുവിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഡ്യൂ ഓഫ് റുപ്പീസ് 2000 പെർ ആനം. എല്ലാ വർഷവും 2000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ 14 ഇയേഴ്സ്, അങ്ങനെ 14 വർഷവും നമ്മൾ 2000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് 9% പെർ ആനം. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലോ 9% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ എപ്പോഴും അപ്പോൾ നമ്മൾ വാല്യൂ പ്രസൻറ്റ് വാല്യൂ കണ്ടു. കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ കണ്ടോ. കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഫോർമുല എഴുതി. വാല്യൂ ഈസ് ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ആർ ഓൾ റേസ് ടു മൈനസ് എൻ. ഇതാണ് നമ്മൾ എഴുതുന്ന ഫോർമുല. വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വാല്യൂ ഈസ് ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ആർ ഓൾ റേസ് ടു മൈനസ് എൻ. ദെൻ അതിൽ എ ഈസ് ഈക്വൽ ടു 2000. N is equal to 14 years. Then I is equal to rate of interest 9% ആണ് തന്നിരിക്കുന്നത്. Then 9 by 100, that means 0.09. ഇതാണ് 9% എന്ന് പറയുമ്പോൾ 0.09. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാല്യൂ ഈസ് ഈക്വൽ ടു എ ബൈ ഐ എന്ന് പറയുമ്പോൾ 2000 ഡിവൈഡഡ് ബൈ 0.09 ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ആർ എന്ന് പറയുന്നത് 1 പ്ലസ് 0.09 ഓൾ റേസ് ടു മൈനസ് എൻ എന്ന് പറയുമ്പോൾ -14. ദെൻ 2000 ഡിവൈഡഡ് ബൈ 0.09 ഇൻറ്റു 1 മൈനസ് 1.09 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1.09 ഓൾ റേസ് ടു 14. ഇതായിരിക്കും കുട്ടികൾ ചിലപ്പോൾ തെറ്റിക്കുണ്ടായിരിക്കുക. കാരണം ഇവിടെ 1 പ്ലസ് 0.09 ഓൾ റേസ് ടു -14 എന്ന് പറയുമ്പോൾ -14 എന്ന് പറയുന്ന ആ ഒരു എക്സ്പോണൻറ്റിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്
അതിൻ്റെ ബേസ് പവർ എന്ന് അതിനെ ഇങ്ങനെ മാറ്റി എഴുതണം 1/1.0 ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത്. അതായത് 3⁻² എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ എഴുതാം 1/3². കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അല്ലെങ്കിൽ 3⁻⁻5 ദാറ്റ് ഈസ് 1/3². ഇതേപോലെ -2 പവർ വാല്യൂ -2 -5 -6 -18 എന്നൊക്കെ പറയുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് 1/3² 1/3/5 എന്നൊക്കെ മാറ്റി എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. 2000 ഡിവൈഡഡ് ബൈ 0.09 ഇൻറ്റു 1 - 1/1.09 all raised to 14. ദാറ്റ് മീൻസ് ഇവിടെ എന്താ എഴുതണ്ടേ? 2000 ഡിവൈഡഡ് ബൈ 0.09 ഇൻറ്റു 1 - 1.09 all raised to 14 എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ്. 0.029929995 ഇങ്ങനെയായിട്ട് വരും. Therefore final answer is 15,566. 15,566.67. 15,566 രൂപയാണ് ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം ഇത് എത്ര വർഷം, 14 വർഷം അടയ്ക്കുന്നുണ്ട്. 2000 രൂപ വെച്ചിട്ട് 14 വർഷം, 2 വർഷം 2000 രൂപ വെച്ചിട്ട് 10 വർഷം അടച്ചാൽ തന്നെ അത് 20,000 രൂപയായി അല്ലേ. അപ്പോൾ അതിന് 28,000 രൂപ അടച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 15,566.67 ആണ്. അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇതിൽ തന്നിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ആനുവിറ്റി. ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ആനുവിറ്റി of rupees 1,200 payable at the end of each 6 months for 3 years when the interest is earned at 8% per annum. Computed semi-annually. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എൻ ആനുവിറ്റി ഓഫ് rupees 1,200. ഓരോ വർഷവും
annuity of rupees 2000 payable at the end of the each 6 months. ഓരോ 6 മാസം കൂടുമ്പോഴും 1200 രൂപ വെച്ചിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫോർ 3 years, 3 വർഷത്തേക്കാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് ഏൺഡ് അറ്റ് 8% per annum. ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്കതിന് ഏൺ ചെയ്യുന്നത് 8% പലിശ നിരക്കിലാണത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടഡ് സെമി ആനുവലി, അവിടെ കമ്പ്യൂട്ടഡ് സെമി ആനുവലി 8% per annum കമ്പ്യൂട്ടഡ് സെമി ആനുവലി എന്ന് പറയുന്നുണ്ട്. ദെൻ ഇവിടെ 8% എന്ന് പറയുന്നത് നമ്മൾ എന്താക്കേണ്ടി വരും? 8% എന്ന് പറയുമ്പോൾ ആദ്യം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ആദ്യം എടുത്ത് എഴുതണം. വാല്യൂ ഈസ് ഈക്വൽ ടു A/I ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് R ഓൾ റേസ് ടു മൈനസ് N. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല. ഇതിലറിയാം A എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് A എന്ന് പറയുന്നത് നമുക്കറിയാം. നോക്കാം. A ഈസ് ഈക്വൽ ടു 2000. ദെൻ I ഈസ് ഈക്വൽ ടു, I എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. I ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% per annum ആണ്. 8% per annum എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താക്കി മാറ്റണം? 6 monthsലേക്ക് മാറ്റണം. 8/2 that is 4/100 that means 0.04. I is equal to 0.04. I is equal to 0.04. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് N ഈസ് ഈക്വൽ ടു 3 years ആണ് തന്നിരിക്കുന്നത്. 3 into 2 that is 6 times. അല്ല, 3 വർഷമാണെന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ 3 into 2 that is 6 times ആണ് നമ്മളതിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയാലും നിങ്ങൾക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു A/I ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് R ഓൾ റേസ് ടു മൈനസ് N. ദാറ്റ് മീൻസ് V ഈസ് ഈക്വൽ ടു A/N 2000 ഡിവൈഡഡ് ബൈ 0.04 ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് R എന്ന് പറയുന്നിടത്ത് 1 പ്ലസ് 0.04 all raised to minus 6. Therefore, 2000 divided by 0.04 into 1 minus 1.04 all raised to minus 6 എന്ന് പറയുന്നത് 1 by 1.04 all raised to 6. 1.04 raised to 6 എന്ന് പറഞ്ഞിട്ട് മാറും. ദെൻ ഫൈനൽ ആൻസർ ഈസ് ഇവിടെ 2000 ഡിവൈഡഡ് ബൈ 0.04. 1 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് 0.7907. Answer is 6279. 3 വർഷം എന്ന് പറയുമ്പോൾ 2000, 4000 അല്ലേ? ഒരു വർഷം തന്നെ നമ്മൾ ഇവിടെ 1200 വെച്ചിട്ട് അങ്ങനെ ഇതിലിപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കണക്കാക്കി നോക്കുകയാണെങ്കിൽ ഹെൻസ് പ്രസൻറ്റ് വാല്യൂ ഈസ് 6279. അപ്പോൾ ഇത്രയും ഇതുവരെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. പെർപെറ്റ്യൂറ്റി. then what is meant by perpetuity? ഇനി അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇത്രയും വരെ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ടേബിൾ പ്രകാരം പ്രസൻറ്റ് വാല്യൂ വരെയുള്ള കണക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. What is meant by perpetuity? Perpetual annuity or a perpetual annuity or a perpetual സ്ഥായി ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള
അതിനാണ് പെർപെക്ച്വൽ എന്ന് പറയുക. പെർപെക്ച്വൽ ആനുവിറ്റി ആണ് നമ്മൾ എന്താ പറയുന്നത്, പെർപെച്യൂറ്റി എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത്, പെർപെച്യൂറ്റി. ദെൻ പെർപെക്ച്വൽ ആനുവിറ്റി ഓർ പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നു. ആൻ ആനുവിറ്റി വിച്ച് കണ്ടിന്യൂസ് ഫോർ എവർ. ആൻ ആനുവിറ്റി വിച്ച് കണ്ടിന്യൂസ് ഫോർ എവർ, അതായത് ഒരു ഫിക്സഡ് പീരീഡ് പറയാതെ തന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് നമ്മൾ എന്തെന്ന്, പെർപെക്ച്വൽ ആനുവിറ്റി എന്ന് പറയാം. അപ്പോൾ അവിടെ താഴെ നിങ്ങൾ എഴുതുക പെർപെച്വൽ ആനുവിറ്റീനെ വാട്ട് ഈസ് മെൻ ബൈ പെർപെച്വൽ ആനുവിറ്റി ഓർ പെർപെറ്റ്യൂറ്റി. അതിന് താഴെ ഫസ്റ്റ് വൺ പെർപെച്വൽ ആനുവിറ്റി ഓർ എ പെർപെറ്റ്യൂറ്റി എന്ന് എഴുതിയതിന് ശേഷം ആൻ ആനുവിറ്റി വിച്ച് കണ്ടിന്യൂസ് ഫോർ എവർ ദറ്റ് ഈസ് ഫോർ എൻ ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് പീരീഡ്സ്. അതായത് എത്ര വർഷം കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും എന്ന് പറയാതെ സ്ഥിരമായിട്ട് തുടർന്നു കൊണ്ടുപോയിരിക്കുന്ന ആനുവിറ്റി സ്കീമിനെയാണ് നമ്മൾ പെർപെക്ച്വൽ ആനുവിറ്റി എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ അതിനെ പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറയാറുണ്ട് 5 വർഷം വരെ ഇങ്ങനെ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അത് സമ്മപ്പ് ചെയ്യുകയാണ് ചെയ്യണേ. അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനുവിറ്റി അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആനുവൽ സമ്മ് നമുക്ക് എത്രയാണെന്ന്, അതായത് ആനുവിറ്റിയുടെ സം എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദെൻ അവിടെ ആനുവിറ്റി ടെക്നിക്സ് പ്രകാരം നമുക്കത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ പെർപെക്ച്വൽ ആനുവിറ്റിയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല. പെർപെക്ച്വൽ ആനുവിറ്റി മീൻസ് ദെൻ എക്സിസ്റ്റഡ്, അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള എന്നർത്ഥം. ആൻഡ് ആനുവിറ്റി വിച്ച് കണ്ടിന്യൂസ് ഫോർ എവർ, that is for an indefinite number of periods, is called perpetual annuity. Second one is deferred annuity. അപ്പോൾ പെർപെറ്റ്യൂറ്റിയിൽ ഫസ്റ്റ് വൺ പെർപെക്ച്വൽ ആനുവിറ്റി ഉണ്ട്, സെക്കൻഡ് വൺ ഡിഫേർഡ് പെർപെച്യൂറ്റി. An annuity which begins only after a certain specified period and then continues forever is called as deferred perpetuity. അപ്പോൾ നമുക്ക് പെർപെറ്റ്യൂറ്റിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഫസ്റ്റ് വൺ ഈസ് പെർപെക്ച്വൽ ആനുവിറ്റി. കണ്ടോ, ഫസ്റ്റ് വൺ ഈസ് പെർപെക്ച്വൽ ആനുവിറ്റി or പെർപെറ്റ്യൂറ്റി. ഇങ്ങനെയും പറയാറുണ്ട്. രണ്ടാമത് പറയുന്നത് പെർപെക്ച്വൽ ആനുവിറ്റി ഓർ പെർപെറ്റ്യൂറ്റി, ഓർ രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്, ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി. ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി. അപ്പോൾ ദെൻ പെർപെക്ച്വൽ ആനുവിറ്റിയുടെ നമ്മൾ എന്താ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ആൻ ആനുവിറ്റി വിച്ച് കണ്ടിന്യൂസ് ഫോർ എവർ, ദറ്റ് ഈസ് ഫോർ എ ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് പീരീഡ്സ്, ഈസ് കോൾഡ് പെർപെക്ച്വൽ ആനുവിറ്റി. ഇനി സെക്കൻഡ് വണ്ണിലെ ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി മീൻസ് ആൻ ആനുവിറ്റി വിച്ച് ബിഗിൻസ് ഓൺലി ആഫ്റ്റർ സർട്ടൻ സ്പെസിഫൈഡ് പീരീഡ്. അതായത് ഇപ്പം നമുക്കൊരു 5 വർഷം കഴിഞ്ഞിട്ടേ നമ്മൾ അതിൻ്റെ ആനുവിറ്റി അടയ്ക്കാനായിട്ട് തുടങ്ങുന്നുള്ളൂ എങ്കിൽ ആൻ ആനുവിറ്റി വിച്ച് ബിഗിൻസ് ഓൺലി ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്, സ്പെസിഫൈഡ് പീരീഡ് ആൻഡ് ദെൻ കണ്ടിന്യൂസ് ഫോർ എവർ ഈസ് കോൾഡ് എ ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി. അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി എന്ന് പറയാം. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് എന്താ ഫോർമുല നോക്കാം. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെറ്റ്യൂറ്റി ഓഫ് എ അറ്റ് ദ റേറ്റ് ഓഫ് R% per period is given by value is equal to A/I. The present, then first one ഫോർമുല തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിലെ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെറ്റ്യൂറ്റി, present value of perpetuity is equal to V is equal to A/I. It is an ordinary എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആനുവിറ്റി എന്നുള്ള പേരിലൊക്കെ പറയാം. ഇനി സെക്കൻഡ് വൺ ഡിഫേർഡ് പെർപെറ്റ്യൂറ്റിയിലെ the present value of a deferred perpetuity of A which commences at the end of the periods at the rate of R% per period is given by value is equal to A/I into 1 plus I all raised to minus P. ഡിഫേർഡ് പെർപെറ്റ്യൂറ്റിക്ക് നമ്മൾ പറയുന്നത് എന്താ, A/I
a by I into 1 plus I all raised to minus p. That is also called as deferred immediate annuity. Deferred immediate annuity. Okay, next perpetuity ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക്ക്. പെർപെറ്റ്യൂറ്റിയിലെ പെർപെക്ച്വൽ ആനുവിറ്റി ഓർ പെർപെറ്റ്യൂറ്റി എന്ന് പറയാം. പെർപെക്ച്വൽ ആനുവിറ്റി മീൻസ് എന്താ? പെർപെക്ച്വൽ ആനുവിറ്റി എന്ന് പറയുമ്പോൾ സ്ഥായി ആയിട്ടുള്ള ഒരു ആനുവിറ്റി സ്കീമിനെയാണ് എന്താ പറയുക, എൻലെസ് സ്കീമാണ് ഇത് പെർപെക്ച്വൽ ആനുവിറ്റി എന്ന് പറയാം. ഇത്ര വർഷം കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുമെന്നൊന്നും പറയാതെ തന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്കീമിനെയാണ് നമ്മളെന്താ പറയുക, പെർപെക്ച്വൽ ആനുവിറ്റി എന്ന് പറയുക ഓർ പെർപെറ്റ്യൂറ്റി എന്ന് പറയാം. That means otherwise it is next one is the classification of perpetuity. Then one of the classification is deferred perpetuity. Then what is meant by deferred perpetuity? That means an annuity which begins only after a certain period. ഒരു certain period കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കാമെന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെയാണ് ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി എന്ന് പറയാം. ഒരു ഫിക്സഡ് പീരീഡ് പറയുന്നില്ല. അതായത് ഇപ്പം ഇന്ന് മുതൽ, അതായത് ഇമ്മീഡിയറ്റ് പെർപെറ്റ്യൂറ്റി അല്ല. ഇമ്മീഡിയറ്റ് പെർപെറ്റ്യൂറ്റിയാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുക, പെർപെക്ച്വൽ ആനുവിറ്റിക്ക് പറയാം. ഇതിനെ നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് പെർപെറ്റ്യൂറ്റി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ആൻ ആനുവിറ്റി വിച്ച് ബിഗിൻസ് ഓൺലി ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഓർ സർട്ടൻ സ്പെസിഫൈഡ് പീരീഡ് ദെൻ കണ്ടിന്യൂസ് ഫോർ എവർ ഈസ് കോൾഡ് ദ ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി. ഇതിന് നമുക്ക് ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി എന്ന് പറയാം. ഇനി നമുക്ക് രണ്ടിൻ്റെ ഫോർമുല എഴുതിയിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെറ്റ്യൂറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. Then value is equal to a by I. അതായത് പെർപെക്ച്വൽ ആനുവിറ്റി ഓർ പെർപെറ്റ്യൂറ്റി ഈസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വാല്യൂ ഈസ് ഈക്വൽ ടു എ ബൈ ഐ എന്ന് പറയുന്ന ഫോർമുലയാണ്. ദെൻ ഡിഫേർഡ് പെർപെറ്റ്യൂറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വാല്യൂ ഈസ് ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു 1 പ്ലസ് ഐ ഓൾ റേസ് ടു മൈനസ് പി. ഇതാണ് നമുക്കറിയാവുന്നൊരു ഫോർമുല. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ദെൻ ഏതിന് എക്സാമ്പിളാണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെറ്റ്യൂറ്റി. പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെറ്റ്യൂറ്റിയിലെ ഒരു പ്രോബ്ലം, എ ഇൻവെസ്റ്റർ എക്സ്പെക്ട്സ്, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ദെൻ പെർപെച്വൽ ആനുവിറ്റിയുടെ മാത്രം പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആൻ ഇൻവെസ്റ്റർ എക്സ്പെക്ട്സ് investor expects a perpetual sum of rupees 500 annually from his investment. What is the present value? What is the present value? What is the present value of this perpetuity? If his interest rate is 10%. അപ്പോൾ ക്വസ്റ്റൻ ഒന്നുകൂടെ വായിക്കുന്നുണ്ട്, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ആൻ ഇൻവെസ്റ്റർ എക്സ്പെക്ട്സ് എ പെർപെക്ച്വൽ സം ഓഫ് rupees 500 annually from his investment. An investor expects a perpetual sum of rupees 500 annually from his investment. What is the present value of his perpetuity if his interest rate is 10%? 10% ആണെങ്കിൽ അതിൻ്റെ പെർപെക്ച്വൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്വൽ ആനുവിറ്റി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പഠിച്ചിരിക്കുന്ന ഈ ഫോർമുല തന്നെ ചെയ്ത് നോക്കാം. ദെൻ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വാല്യൂ ഈസ് ഈക്വൽ ടു എ ബൈ ഐ. വാല്യൂ ഈസ് ഈക്വൽ ടു എ ബൈ ഐ എന്ന് പറയുന്ന ഫോർമുല തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. എ ബൈ ഐ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു 500 തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ ഈസ് ഈക്വൽ ടു 500. ദെൻ ഐ ഈസ് ഈക്വൽ ടു 10% എന്ന് പറയുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു 10%. ദാറ്റ് മീൻസ് 10/100. ദാറ്റ് മീൻസ് 0.01. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ഉള്ളത്.
That means A is equal to 500, I is equal to 10%, I is equal to 10 by 100. That means I is equal to 0.01. Then A by I എന്ന് പറയുമ്പോൾ that is 500 divided by 0.01. That means answer is 5,000 rupees. 500ൻ്റെ പെർപ്പച്വൽ ആനുവിറ്റി എന്ന് പറയുന്നത് ദെൻ 5,000 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിലെടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാം, ആ പ്രോബ്ലംസൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്തു തരാം. അതിനുശേഷം ഒരു 3-4 പ്രോബ്ലംസ് ഞാൻ എക്സസൈസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് നൽകാം. ഇനി പെർപെറ്റ്യൂറ്റിയിൽ തന്നെ മോർ പ്രോബ്ലംസിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ അതിൻ്റെ മോർ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ദെൻ ഇവിടെ വൺ ഓഫ് ദി പ്രോബ്ലം, എ മാൻ വിഷസ് ടു പേ a man wishes to pay back his debt of rupees 2,522 by 3 equal yearly investment by 3 equal yearly investment. 3 equal yearly investment. 3 equal yearly investment. Find the amount of Find the amount of each installment. Find the amount of each installment. Money being worth rupees. Money being worth 5% per annum. 5% per annum. Compound interest. അപ്പോൾ നമുക്ക് എ മാൻ വിഷസ് ടു പേ ബാക്ക് ഹിസ് ഡെപ്റ്റ് ഓഫ് rupees 2,522 by 3 equal yearly investment. Find the amount of each installment, money being worth 5% per annum. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? എ മാൻ വിഷസ് ടു പേ ബാക്ക് ഹിസ് ഡെപ്റ്റ് ഓഫ് rupees 2,522 by 3 ഇയർലി, അതായത് 2,522 രൂപയുടെ ബാധ്യതയാണ്, സമ്മാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 2,522 എന്നെഴുതാം. 2,522 എന്നെഴുതാം സമ്മ്. സെയിം ടൈം നമുക്ക് ബൈ 3 ഈക്വൽ ഇയർലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫൈൻഡ് ദ എമൗണ്ട് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് മണി ബീയിങ് വർത്ത് 5% per annum. ദെൻ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു 5%. ആർ ഈസ് ഈക്വൽ ടു 5% per annum. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ് നമുക്ക് 3 അവിടെ ബൈ 3 ഈക്വൽ ഇയർലി ഇൻവെസ്റ്റ്മെൻറ്റ് എൻ ഈസ് ഈക്വൽ ടു 3 എന്നും പറയുന്നുണ്ട്. ദെൻ അവിടെ ഹാഫ് ഇയർലി ആണെന്നോ അല്ലെങ്കിൽ ക്വാർട്ടർലി ആണെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ സാധാരണ ഇതിൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ഐ ഓൾ റേസ് ടു എൻ -1 ഡിവൈഡഡ് ബൈ ഐ. ഇതാണ് നമുക്കറിയാവുന്ന ഫോർമുല.
in the formula a into 1 plus I all raised to n minus 1 divided by I. ഇനി എ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, പക്ഷേ എസ് എന്ന് പറയുന്നത് അറിയാം. 2522 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, എ ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഐ 0.05 ഓൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ദറ്റ് മീൻസ് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 0.05. അപ്പോൾ ഇത്രയും നിങ്ങൾക്കറിയാലോ. ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2522 ഇൻറ്റു 0.05 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 റേസ് ടു 1 പ്ലസ് 1.05 ഓൾ റേസ് ടു 3 മൈനസ് 1 ഇവിടെ then 2522 into 0.05 into a into 1.05 all raised to 3 എന്ന് പറയുമ്പോൾ that means a into that means 1 plus then answer is 1.157625 minus 1. A into 0.157625. Then A is equal to 2522 into 0.05 divided by 1.57625. Then answer is 800. Answer is 800. 800 റുപ്പീസിൻ്റെ 2 ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ ആ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇത് ആനുവിറ്റി ആണോ പെർപെച്വൽ ആനുവിറ്റി ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു 1, 2, 3 പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ തരാം. അപ്പോൾ അത് നിങ്ങൾ എക്സസൈസ് പ്രോബ്ലംസ് ആയിട്ട് നിങ്ങളുടെ ബുക്കിൽ ആൻസർ ചെയ്ത് നോക്കാം. Then exercise problems. Exercise problems. ഇതിൽ തന്നിരിക്കുന്നതിലെ ഫസ്റ്റ് വൺ എ സം ഓഫ് മണി ഇൻവെസ്റ്റഡ്. ഫസ്റ്റ് വൺ എ സം ഓഫ് മണി invested at compound interest payable yearly amounted to rupees 10,816. At the end of the second year, amounted to rupees 11,248.64. Then അവിടെ a sum of money invested at compound interest payable yearly amounted to rupees
10,816 at the end of the second year, rupees 11,248.64. At the end of the second year, 11,248.64. At the end of the third year, at the end of the third year, sum of money invested payable at the 10,800 at the end of the second year, 11,248 at the end of the third year. Find the rate of interest and the sum. Find the rate of interest and the sum. എത്രയോ സം നമ്മൾ ഓരോ എൻഡിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സം ഓഫ് മണി ഇൻവെസ്റ്റഡ് അറ്റ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പയബിൾ ഇയർലി അമൗണ്ടഡ് ടു rupees 10,816 at the end of the second year, rupees 11,248 at the end of the third year. Find the rate of interest and sum. Then second question, Mr. Brown was given the choice of two payment plans on a piece of property. Piece of property. Mr. Brown was given the choice of two payment plans on a piece of property. Full stop. He may pay rupees 10,000 at the end of 4 years. At the end of 4 years. Or rupees 12,000 at the end of 9 years. Assuming money can be invested annually. What plan should Mr. Brown choose? നമുക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. Mr. Brown was given the choice of two payment plans on a piece of property. He may pay rupees 10,000 at the end of the 4 years or rupees 12,000 at the end of 9 years, assuming money can be invested annually. What plan should Mr. Brown choose? ഏത് പ്ലാനാണ് ബ്രൗൺ ചൂസ് ചെയ്യേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കാം. ദെൻ ഇതിൽ ഒരു പ്രോബ്ലം കൂടെ ഞാൻ വായിക്കാം, നിങ്ങൾ ചെയ്ത് നോക്കാം.
The next one, third one. A man promises to pay rupees 4,000 at the end of 18 years in payment of his dues. If money is worth 4.5% per annum compound, what is present worth of the money? What is the present worth of the money? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് സിങ്കി ഫണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒന്നോ രണ്ടോ പ്രോബ്ലംസ് നമ്മൾ അതിൻ്റെ തുടർന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പെർപെറ്റ്യൂറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് മെൻ ബൈ പെർപെറ്റ്യൂറ്റി, അതുപോലെ തന്നെ പെർപെച്വൽ ആനുവിറ്റി ഓർ ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി, ഇങ്ങനെ രണ്ട് പെർപെറ്റ്യൂറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻഡെഫിനിറ്റ് പീരീഡാണ് അതിന് കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വൺ ഈസ് പെർപെച്വൽ ആനുവിറ്റിയെക്കുറിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി 3-4 എക്സസൈസ് പ്രോബ്ലംസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. കൂടുതൽ ഡൗട്ടുകളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം റെഫറൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, ഒന്നുകൂടെ പ്രോബ്ലംസൊക്കെ മറ്റ് ബുക്കുകളിൽ നിന്നൊക്കെ ചെയ്ത് നോക്കുക. ദെൻ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് താങ്ക് യു ആണ്.